നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയൂർ സലഫി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിയൻ ഉദ്ഘാടനം കെ മുരളീധരൻ എംപിയും ഫൈൻ ആർട്സ് ക്ലബ് ഉദ്ഘാടനം പ്രൊഫസർ എം.എൻ. കാരശ്ശേരിയും നിർവഹിച്ചു. മേപ്പയൂർ സലഫി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിയൻ ആൻഡ് ഫൈൻ ആർട്സ് ക്ലബ് ഉദ്ഘാടനവും യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഫൈൻ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ എം.എൻ. കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മണന്മാരുടെ നമ്പൂരിമാരുടെ വരുന്ന മുസ്ലിങ്ങളുടെ ഈ സഭ ഓർത്തിരിക്കേണ്ടതാണ്. 1929 ഒരു നാടകം വരുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതാരെഴുതി? വീട്ടി ഭട്ടതിരിപ്പാട്. കേട്ടോ, വീട്ടി ഭട്ടതിരിപ്പാട് 1930 പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിനാണ് ലളിതാംബിക അന്തർജനം എന്നൊരു എഴുത്തുകാരി ഉണ്ടാവുന്നത്. കേട്ടോ, പെണ്ണുങ്ങളെ രംഗത്തിറക്കിയ നേതാവിൻ്റെ പേര് നിങ്ങൾ എന്നേക്കും ഓർത്തിരിക്കണം. ആ പേര് മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഒക്കെ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് വിചാരിച്ച് ആ പണിയെടുത്ത ആള് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പണി തുടങ്ങി. ഗാന്ധി 1893 സൗത്ത് ആഫ്രിക്കയിൽ പോയി. അവിടുത്തെ ഇന്ത്യക്കാരുടെ കഷ്ടനഷ്ടങ്ങൾക്കെതിരായിട്ടുള്ള സമരം നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ കസ്തൂർബയുണ്ട്. അവരന്ന് ജയിലിൽ പോകും. എവിടെ? സൗത്ത് ആഫ്രിക്കയിൽ. പിന്നെ ഓർത്തിരിക്കുക, 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുമ്പോഴാണ് 1944 മരിച്ചുപോയത്. യൂണിയൻ ഉദ്ഘാടനം കെ മുരളീധരൻ എംപിയും നിർവഹിച്ചു. സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു മഹൽ വ്യക്തി ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളെ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാക്കി വളർത്തിയെടുത്തു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല വിവിധ ഭാഷകളിലും അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളും ആർട്സ് വിഷയങ്ങളിലും ലാംഗ്വേജിലൊക്കെ ടീച്ചർമാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ കോളേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ രീതിയിൽ ടീച്ചർമാരെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും അധികം പരിശീലിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. കാരണം കുട്ടികളെല്ലാ സന്ദർഭത്തിലും ഇന്ന് പഴയതുപോലെയല്ല. രക്ഷിതാക്കളുടെ കൂടെയല്ല കുട്ടികൾ, മഹാഭൂരിപക്ഷം ടീച്ചർമാരുടെ കൂടെ. ഒരുപക്ഷെ ഞാൻ പറയും, ഒരു കോളേജ് പ്രൊഫസറേക്കാൾ നിങ്ങൾ ഭാവിയിലാകുമ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചറേക്കാളൊക്കെ ഏറ്റവും പ്രയാസമുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രൈമറി ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. കാരണം ആ ടീച്ചർമാർ വെറും പഠനം മാത്രമല്ല, കുട്ടികളെ രക്ഷിതാക്കളും കൂടിയാണ്. ആ കുട്ടികൾ ക്ലാസ്സിലൊക്കെ ആ പ്രായത്തിൽ നിഷ്കളങ്കരായിരിക്കും. സലഫിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി A.V. അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം V.P. ദുൽകിഫിൽ മുഖ്യ അതിഥിയായി. സലഫിയ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കണ്ടോത്ത് അബൂബക്കർ ഹാജി, സെക്രട്ടറി A.P. അസീസ്, അഡ്വക്കേറ്റ് P. കുഞ്ഞിമൊയ്തീൻ, യൂണിയൻ അഡ്വൈസർ റാസിന V, ഫൈൻ ആർട്സ് സെക്രട്ടറി അശ്വതി R. സത്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശൻ E. സ്വാഗതം പറഞ്ഞ ചടങ്ങിന് യൂണിയൻ ചെയർമാൻ നദീം TTK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.